ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് ഇവിടെ ഒരു കിടിലൻ ഗെയിമുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഫാമിലി ഫൺ ഗെയിം. Fun game. Every time he'll come up with some ഭയങ്കര വലിയ ചാലഞ്ചിങ് ഒക്കെ ആയിട്ട്. നമുക്കിന്ന് ചാലഞ്ചിങ് ഒന്നും വേണ്ട, ബിക്കോസ് വി ഹാവ് സ്പെഷ്യൽ ഗസ്റ്റ്. നമ്മളെ വീട്ടില് അജിത് ആന്റി ഉണ്ട്, ആൻഡ് റഫീഖ് അങ്കിൾ, റിച്ചു എല്ലാവരും ഉണ്ട്. സോ എല്ലാവരുമായിട്ടൊരു ഫാമിലി ഫൺ ഗെയിം കളിക്കാൻ വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മളെല്ലാരും വീട്ടിലൊക്കെ കളിക്കാറുള്ള ഗെയിം തന്നെയാണ്. ദം ഷരിഫ് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര രസകരമായിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമാണ്. വെറുതെ ഞങ്ങൾ ഇരുന്നപ്പോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ചില്ല് ചെയ്തിരിക്കാന്നുള്ളൊരു പെട്ടെന്ന് ഒരു മൈൻഡ് വന്ന്. പക്ഷെ അത് മാത്രമല്ല ഗൈസ്, ഞങ്ങൾ ഫാമിലി ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും അതിന് എന്റെ ചാനലിൽ ഞങ്ങള് പേയ്മെന്റ് വെച്ച്, അതായത് ക്യാഷ് ഇറക്കിയിട്ടാണ് ഞങ്ങൾ കളിക്കുള്ളൂ. പ്രൈസ് ഉണ്ട്. 50,000 രൂപയാണ് ഞാൻ ഇതിനകത്ത് വിൻ ചെയ്യുന്ന ടീമിന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതില് നമ്മൾ രണ്ട് ടീം ആയിട്ടാണ്, ഒരു ലേഡീസ് ടീം ആൻഡ് ജെന്റ്സ് ടീം ആണ്. ഒബ്വിയസ്ലി പ്രൈസ് എന്തായാലും അതെ, ടീം എയും ബിയും ഉണ്ടാവും. എന്തായാലും നമ്മള് ജെന്റ്സിന് കിട്ടുള്ളൂ. അത് അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ എല്ലാ ഗെയിംസിനും ഉടുക്കത്തെ പ്രൈസ് ഒക്കെ വെക്കലാണല്ല, ക്യാഷ് ഒക്കെ കുറെ ക്യാഷ് ഒക്കെ വെക്കണം. ഈ ക്യാഷ് ഇത്രയും വെച്ച് കളിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ മിക്കവരും എന്റെ അടുത്ത് ഇൻബോക്സ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ഗെയിമൊക്കെ ചലഞ്ചിനൊക്കെ ഇപ്പൊ തൊട്ട് പൈസ ഇറക്കിയിട്ടാണല്ലോ നിങ്ങൾ കളിക്കുന്നത്. ഈ ക്യാഷ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണെന്നുള്ളത് കൈ സിമ്പിൾ ആണ്. നിങ്ങൾക്കും ക്യാഷ് ഉണ്ടാക്കാവുന്നത് സിമ്പിൾ ആയിട്ട്. അതിന് ഒരു പറ്റിയൊരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ് IQ ഓപ്ഷൻ. ആ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ എന്താണ് ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോഴത്തേക്ക് നീ പെട്ടെന്ന് പോയി ബാക്കി എല്ലാം റെഡി ആക്കിയിട്ട് IQ ഓപ്ഷൻ എന്നുള്ളത് ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കയറുക, IQ ഓപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അത് രജിസ്റ്റർ ചെയ്യുക. ഇത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന ഡീൽ കറക്റ്റ് ആണെങ്കിൽ ഒരു 5-10 ഡീലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും $300 മേലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഇത് ഭയങ്കര ഈസിയാണ്, ഫാസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഈ ആപ്പ് റെക്കമെൻഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ. സോ ഗൈസ്, എന്നെ പോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഒക്കെ നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതാണ്. അതിനൊക്കെ മുമ്പ് ഫേക്ക് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഒരുപാടുണ്ടാവും. അതിലൊന്നും പോയി മൈൻഡ് ഡൈവേർട്ട് ആകാതെ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കയറുക, IQ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. വേൾഡ് വൈഡ് അറിയാവുന്ന ഫസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ് IQ ഓപ്ഷൻ. ഗൈസ്, ഇതിലെങ്ങനെ ട്രേഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് IQ ഓപ്ഷൻ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഗൈസ്, ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് പ്രഡിക്റ്റ് ചെയ്തിട്ടാണ്. അതായത് ഇതിൽ കാണുന്ന ഗ്രാഫ് അപ്പ് ഓർ ഡൗൺ പോകുമോ എന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് റിയൽ അക്കൗണ്ടും ഡെമോ അക്കൗണ്ടും ഉണ്ടാവും. ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 10,000 USD നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ IQ നമുക്ക് വേണ്ട എല്ലാ ഇൻഡിക്കേറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീൽ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഹയർ ആൻഡ് ലോവർ. ഇതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽ ഓപ്ഷൻ കാണിക്കും. സെൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇവിടെ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് 100 USD വെച്ചിട്ടാണ്. ഇവിടെ ഞാൻ ലോവർ ആണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ സെല് ചെയ്ത് കഴിഞ്ഞു. യെസ് ഗൈസ്, എനിക്ക് $92 ആണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, ഇത് ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ വിഡ്രോയിൽ തന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ്, UPI അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ട ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല 24/7 കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. ഗൈസ്, കണ്ടില്ലേ എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യേണ്ടത്? അപ്പൊ ഗൈസ്, ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്കിൽ കയറുക, IQ ഡൗൺലോഡ് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഗൈസ്, അങ്ങനെ നമുക്ക് ഗെയിമിലേക്ക് പോവാം അല്ലേ? ഡം ഷറത്ത് ഗെയിമാണ്. അപ്പൊ ഓൾറെഡി ഞാൻ ഗെയിമിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് പറയാനുണ്ടോ? ടീം എ അതില് പാർട്ടിസിപ്പേറ്റ് ആരൊക്കെയെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. One and only നമ്മുടെ favorite Ajit aunty and the gorgeous Mashu and your beautiful Suhanita is our team. ഇത് വാവ് ഡിസൈഡ് ചെയ്താൽ മതി നമ്മുടെ ടീമിലാണോ ആ ടീമിലാണോ? ആരാണ്? ബോയ്സിന്റെ ടീമിലാണോ ഗേൾസിന്റെ ടീമിലാണോ? അപ്പൊ ടീം ബി, ആക്ച്വലി ടീം എ ആണ്. പിന്നെ A സ്ഥാനം ചാടിപ്പിടിച്ച് ചെയ്തുകൊണ്ട് ടീം ബിയില് പ്രത്യേകിച്ച് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാവർക്കും അറിയാം ഓൾറെഡി. ഞങ്ങൾ ഏത് ഗെയിം കളിച്ചാലും വിൻ ചെയ്യുന്നു എല്ലാവർക്കും അറിയാം.
ആ ഇവിടെ പിന്നെ ഈ 50,000 നമ്മള് ക്യാഷ് പ്രൈസ് വഴിയായിട്ട് കൊടുക്കണമെന്നുണ്ട്. ജയിക്കുന്ന ടീം 50,000 കൊടുക്കണമെന്നുണ്ട്. പിന്നെ ഇവർക്ക് ഇത്തിരി ആക്രാന്തം കൂടുതലുണ്ട്. അതുകൊണ്ടിട്ടാണ് ടീം എം എന്നൊക്കെ പറഞ്ഞെടുത്ത്. പക്ഷെ ഞങ്ങളെ കൊച്ചു ഹീറോനെ എടുക്കാൻ വേണ്ടി പോയപ്പോ ഹീറോ പറഞ്ഞത് ഞങ്ങളെ ഫ്രീക്കുകളുടെ കൂട്ടത്തിലാണത്. ഓക്കെ, അപ്പൊ ടീം എയും ബിയും ആയിട്ട് 2 ടീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അല്ല പറഞ്ഞോളൂ, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഉണ്ടാക്കി. കാരണം ഈ 50,000 കിട്ടണോണ്ടെന്ന് ചിലപ്പോ ഇവര് പല റൂൾസും പറയുന്നത്. ഇല്ല, റൂൾസ് ആസ് യു ഓൾ നോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കൂടുതൽ അറിയായിരിക്കും, അത്രയൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അറിയുന്നത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദ തിങ് ഈസ്, നമ്മൾ ഒരു മൂവിയുടെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് നമ്മൾ ആക്ഷനിലൂടെ കാണിക്കും. സോ ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്. നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മള് ലിപ് സിങ്ക് ആവാൻ, ലൈക്ക് ലിപ്പ് ഒന്നും അടങ്ങാൻ പാടില്ല. ജസ്റ്റ് there should be action. അത്രമാത്രം. ഇതാണെങ്കിൽ ഫൗളാണ്. ഓക്കെ, യു ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. അതായിരിക്കും നല്ലത് അല്ലേ? നോക്കട്ടെ, ഞാൻ നോട്ട് ചെയ്ത്. ഓഹോ, ഓക്കെ വെച്ചേക്കുന്നത് എനിക്ക് അധികം ഇവിടെ പേരൊന്നും കേട്ടോ. കേട്ടില്ലല്ലോ. കേട്ടില്ല. ബേബി മോർഗൻ നിങ്ങൾ കേട്ടോ? ഓക്കെ, എന്തത് ആദ്യം പറയരുത്. അവര് ഒരു ടീം ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഏത് ലാംഗ്വേജിലാണ്? ഏത് ലാംഗ്വേജാണ് ചോദിക്കും? മലയാളമാണോ, ഹിന്ദിയാണോ, തമിഴാണോ? അതെന്നെ ചോദിച്ചു. ഏത് ലാംഗ്വേജ്? അങ്ങനെ മലയാളം. അപ്പൊ ഇവിടെ കാണിക്ക. എന്താ കാണിച്ചത്? മീശ അല്ല, അത് ആദ്യം എനിക്കും തോന്നി. പക്ഷെ അതല്ല. രണ്ടുപേരുണ്ട്. ഞാൻ പറയൂ. ഇവർക്ക് ഗെയിം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഒരു ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആദ്യം നിങ്ങൾ ചോദിക്കും ഏത് ലാംഗ്വേജ് ആണ്. അപ്പൊ ഞാൻ ആണ് ലാംഗ്വേജ് ഞാൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കാം. 2 വേർഡ് ലാസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണത്. ഇപ്പൊ ഐഡിയ കിട്ടി. മലയാളം മനസ്സിലായി? 2 വേർഡാണ്. 2 വേർഡാണ്. ഇനി പറഞ്ഞു. ആക്ഷൻ ക്ലിയർ അല്ലേ? സോ ഞാൻ ചെയ്തത് ആക്ഷൻ. അതാണ് നിങ്ങളെ കൂടെ നോക്കണമല്ലോ. തെറ്റാണത്. അവർക്ക് അറിയില്ല. അവർക്കല്ല കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞിട്ട് അവർക്കെല്ലാം അറിയില്ല. അതാണ് അതിന്റെ അവർക്ക് പോലും അറിയില്ല. അയ്യോ, അത് മലയാളമല്ല. ഫസ്റ്റത്തെ പേര് തമിഴ്. ഞങ്ങളെ 50,000 അങ്ക് തന്നെയാണ്. ഇത് 50,000 അങ്കാണ്. ഇത് ഞങ്ങൾ അങ്ങനെ വിട്ടു കൊടുക്കില്ല. തമിഴ് ഇതെന്താ കറക്റ്റ്. പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറയുവാണോ ഇല്ല? മാരം അത് പാടില്ല. 2 പേരുണ്ട് പറഞ്ഞിട്ട് മണ്ടന്മാരെ ഇങ്ങനെ കാണിച്ചിട്ട് മനസ്സിലാവണല്ലോ. മീശത്തലേ തമിഴുണ്ട് അങ്ങനെ. തലൈവ തലൈവ തലൈവൊക്കെ ജലദോഷം. തലൈവക്ക് ജലദോഷം.
തളപതി. അത് വേറെ വേർഡ് പറ. ഞാൻ തന്നെ പറയുള്ളൂ. തളപതി. എടാ രണ്ട് വേർഡ് ഇനി പറഞ്ഞില്ല ഞാൻ പറയും. മലയാളത്തിൽ പറഞ്ഞു എന്താ അവസ്ഥകളൊക്കെ നാണൊക്കെ രജനീകാന്താണോ? അല്ല ആക്ടറിന്റെ പേര് പറയണം. രജനീകാന്താണോ? വിജയ്. വിജയ്, കമലഹാസൻ, ധനുഷ്, അജിത്ത്. അത് രണ്ട് പേരുണ്ട്, രണ്ട് വേർഡ് ഉണ്ടെന്ന് പറഞ്ഞ എത്ര പണ്ടന്മാര്. കുതിര. ധീര. എല്ലാത്തിനും വിളി ഇങ്ങനെ കളിക്കണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കളിക്കണ്ട്. അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ. എനിക്കുള്ള മൊത്തത്തിലെ കൺഫ്യൂഷനാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് വേറെ വേർഡ്. മാസ്. അല്ല രണ്ട് വേർഡാന്ന് പറഞ്ഞില്ല പണ്ടന്മാര്. എത്ര നേരം പറയണം രണ്ട് വേർഡാണ്. ബാബ കാണിക്കുന്നതായിട്ട് ഇല്ല നോക്കിക്കോ. ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല, അതുകൊണ്ടിട്ടാണ്. അത് ഫണ്ണായിരിക്കൂല. അടുത്ത നമുക്ക് കളിക്കണ്ടേ? ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. എനിക്ക് ചിരി വന്നിട്ട് അതാണ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. നോക്ക് ഇത് രണ്ട് വേർഡ് പറഞ്ഞില്ല. എത്ര നേരം പറഞ്ഞു? രണ്ട് പേരുണ്ട്. ഇതൊരാളാണ്, ഇതൊരാളാണ്. ഇത് തരൂല. Okay, the time is up. Total നമുക്ക് 1 point ആണ്. ഗൈസ് വിത്ത് കാണില്ല, രാജാവിനെ കാണില്ല. റാണിനെ കാണിച്ചു. റാണി രാജാവ് ഇങ്ങനെ മാസം അടുത്തില്ലേ? റാണി മാസാണ്. രാജ റാണിനോട് റാണി രാജനെ പറഞ്ഞിട്ടേ ഇതെല്ലാം പറയുമ്പോ മീശയാണ്, മാസാണ്. എക്സാമ്പിൾ രണ്ട് പേരുണ്ട്, രണ്ട് പേരാണ്. സീരിയസ്ലി നിങ്ങൾ ടീം ഭയങ്കര ഇത് കണ്ടു, ഇത് കാണാൻ നമുക്ക് 1 point. ഇത് കണ്ടോ? നമ്മൾ കണ്ടവര് പറയും അജിത്ത് തന്നെ പറഞ്ഞ ആക്ഷൻ കറക്റ്റ്. ഓക്കെ അത് വിട്. നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നിരിക്കുന്നു, അത് വേണ്ട. ഞങ്ങളുടെ ടീമിൽ നിന്ന് റഫീഖ് ആയിരിക്കും പറയാൻ പോകുന്നത്. റഫീഖ് ആദ്യം എന്താ സംഭവം? ഓക്കെ ഓക്കെ അല്ലേ, റഫീഖ് ആയിരിക്കും കളിക്കാൻ പോണത്. എത്ര വേർഡ്? രണ്ട് വേർഡ്, ഒരു വേർഡ്, രണ്ട് വേർഡ്, അഞ്ചോ? അഞ്ച് ലെറ്റർ അല്ല അങ്കിൾ, വേർഡ്. ഇപ്പൊ രാജാറാണി രണ്ട് വേർഡ്. മാംഗല്യം നാഥനാണല്ല, കല്യാണം പിറ്റേന്ന്, കല്യാണ രമണൻ, അപ്പൊ പതുക്കെ പറഞ്ഞാലേ എനിക്ക് കാണിക്കില്ല. കല്യാണം പിറ്റേന്ന് അടുത്തത് സോനാണ് കാണിക്കാൻ പോണേ. 50,000 രൂപ. ഞാൻ പോലെ കണ്ടിരുന്നത് എഴുതി കാണിക്കാത്ത ഇല്ല ലിസ്റ്റ്.
സെലക്ട് ചെയ്ത് വെച്ചേക്കണേ. ലാംഗ്വേജ് പറയണ്ടേ? അതവർ ചോദിക്കാം അപ്പൊ പറഞ്ഞാൽ മതി. ആന്റി പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, ആദ്യ ലാംഗ്വേജ് ചോദിക്കും. ആരാണ് പറയാമോ? സോനു ആണ്. ലാംഗ്വേജ് എന്താ? ചോദിക്ക്. എന്താണല്ല? മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, അപ്പൊ പടവില്ല. ഇപ്പൊ പറഞ്ഞേ. ആ. ഹിന്ദി. ഒറ്റ ഒറ്റ word. എടാ, ഒറ്റ വിടല്ലടാ. ഒറ്റ word. എനിക്കല്ല മറ്റേ അതന്നെ, അതന്നെ പറ. എന്താ നീங்க പറയൂലല്ലോ പൊട്ടന്മാർ. നമ്മ പറഞ്ഞില്ലേ? ഒറ്റ വേർഡ്. എന്താണ് സംഭവം? അതതെ. ഇതെന്താണ് അറിയില്ലേ? ഷോലെ എടാ, ഞാൻ കാണിക്കണ എന്താണ് കാണിക്കണ? ഇതൊരു ഹിന്ദി സിനിമ ഒറ്റ വേർഡാണ്. ആക്ടറാ. ആക്ടർ വേണ്ട, പറയണ്ട. ആക്ടർ ഇല്ല. മനസ്സിലാവും. പറഞ്ഞു കൊടുക്കുന്ന ആള് കാണിക്കുന്ന ആളാണ് ഇതൊന്നും പറയാൻ പാടില്ല. ആ. ഇതല്ല ഇത് പറഞ്ഞേ. ഷാർഖാനല്ല മമ്മൂട്ടി. ഹിന്ദി പടം ഉണ്ടാ. ആക്ടർ പറയോ? ഇല്ലല്ല. നീ പെട്ടെന്ന് പറ. ദേ, നമുക്ക് നിങ്ങൾ ഇത്ര ഡമ്മാവല്ലേ? എന്താണിത്? ഇതെന്താണ്? ആ, ഇതെന്താ? അതൊരു സാധനം. സിനിമയുടെ പേര് ഇവര് പറ. കുതിരപ്പുറങ്ങാണ് ഇങ്ങനെ കരാട്ടെ കളരി കുൽഫു കരാട്ട കളരി കുൽഫു ഒറ്റ വേർഡ് പറ. എന്ത് പറഞ്ഞാലും ഹിന്ദിയാണ്, ഹിന്ദി. ഒറ്റ വേർഡ്. അടുത്തിരിക്കും, പക്ഷെ നിങ്ങൾ പറയൂല. റീസെന്റ് ആയിട്ടുള്ള മൂവിയാണ് അല്ലെങ്കിൽ അതിന് quite recently, not so much. ഹിന്ദി സിനിമ. നടനെ കൂടെ ഒന്ന് പറഞ്ഞോളൂ. നീ എന്താ ഇത് ചോദിക്കാനിത്? അല്ല, ഇവര് റീസെന്റ് അല്ലേ? അതാ ചോദിച്ചത്. ചാക്കു. നടൻ, ആ നടൻ ഉണ്ട്. സോണിന് വായിക്കാൻ പാടില്ല. പിന്നെ ആ നടനില്ലാണ്ട് പിന്നാത്ത ഏത് മൂവിയാ? ആ നടനുണ്ടതിലത്. നടനെ പറയില്ലേ? അയ്യോ, ആ നടനുണ്ടത്. ഞാൻ എനിക്ക് പോകുന്ന പാർഷ്യാലിറ്റിയാണ് സോനു പിന്നെ അജിത് ആന്റി. അംഗപ്പെട്ട എന്താണ്? പറയൂ. What is this? ഈ അംഗപ്പെട്ടത് പറഞ്ഞ എന്ത് സാധനം? ആ? അതെന്താണ് സംഭവം? അതിന്റെ What is that? ഞാനെല്ലാം പറഞ്ഞു കൊടുക്കണേ. വാർ. വെറുതെ പറഞ്ഞേ. എന്തൊക്കെയുണ്ട്? ഇത്ര പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നില്ല. പെട്ടെന്ന് തീർന്നു. അംഗപ്പയറ്റെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു മറ്റേ പണ്ടത്തെ പടന്മാർക്കായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇനി ഞങ്ങളുടെ സൈഡിൽ നിന്ന് വയ്യ. റിച്ച് പറയും. അപ്പൊ നോക്കി ഞാൻ പറഞ്ഞു. ഞാൻ നിനക്ക് പറയട്ടെ. സോന എന്ന് പറയണ്ട. ഞാൻ ആ ആക്ടറിനെ പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അത് പറഞ്ഞിട്ട് പിന്നെ ഇതറിയാൻ അറിയുന്നുണ്ടാ? ആക്ച്വലി ആ പടത്തിൽ ആരാണുള്ളത് പോലും അവർക്കറിയില്ല. ഓക്കെ. വേഗ ടൈം ഇല്ലാവാ. സൈഗു ആയിക്കണത് എന്ത് ഗെയിമാണ്? അപ്പൊ ഓർത്ത് പറ. സൈഗു, നീ ഞങ്ങളുടെ ടീമാണ് അവരുടെ ടീമാണ്? ഞാൻ പറയാം. പറഞ്ഞത് സോനു കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറയാം. ആ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് പിന്നെ നിക്ക് ഞാൻ പറയാം. നിക്ക് അതല്ല. ഇവിടുത്തെ റഫീഖ് എന്തൊക്കെ കാണിച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞേ ഞങ്ങളെ നമ്മൾ പറഞ്ഞ ഞാൻ നിങ്ങളുടെ പറയാനല്ലേ പറഞ്ഞ ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ വിളിച്ചു
ഞാൻ ഇച്ചുനെ അപ്പൊ ഞാൻ ചോദിക്കാൻ പോണു എന്ത് കള്ളത്തരവാ ഞാൻ ചോദിക്കാൻ പോണു ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അവരോട് പറയാം എന്റെ ലാസ്റ്റ് ഞാൻ എന്റെ റഫീക്ക് വെറുതെ ചേർത്ത് ഒറ്റ വേർഡാണ് രണ്ട് വേർഡാണ് ജാക്കറ്റ് ഏഹ് രണ്ട് രണ്ട് വേർഡ് വേർഡ് മലയാളം ആക്ഷൻ കാണിക്കണം മലയാളോ ഹിന്ദി രണ്ട് പേര് മലയാളം മലയാളം രണ്ട് വേർഡ് മലയാളം രണ്ട് വേർഡ് ഓക്കെ പ്രൊഫസർ ക്ലാസ്മേറ്റ് ജേർണലിസ്റ്റ് രണ്ട് പീസാക്കിയേ FIR കാണിച്ചു കൊടുക്കാനുള്ള നല്ല വ്യക്തമായിട്ട് കണ്ടു കൊടുക്കണ്ടേ ഗൈസ് ബാക്കി നിങ്ങൾ പറയണം ജെന്റിൽമാൻ ഷോമി ഞാൻ പ്രകാശൻ പുസ്തക സാറ അങ്ങനെ എന്തോ രണ്ടാക്കിയത് രണ്ട് വേണം കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കോളേജിൽ റിലേറ്റഡ് Correct. ആയിട്ട് അർജുന്റെ മൂവിയാണ് മലയാളോ ക്ലാസ്മേറ്റ്സ് ആണോ മലയാളോ അല്ല മലയാളം ക്ലാസ്മേറ്റ്സ് അല്ല നിങ്ങൾ തോറ്റെങ്കിൽ തോറ്റെന്ന് തോറ്റക്ക് തോറ്റുന്നു എവിടെ തോറ്റക്ക് തോറ്റു മമ്മൂട്ടിയുടെ പടം തോറ്റക്ക് തോറ്റെന്ന് പറയാം മമ്മൂട്ടിയുടെ പടം പുതിയ അല്ല ഞങ്ങൾ ഫുള്ളായി മറുപടി പറഞ്ഞു കൊടുത്തേ ഞങ്ങൾ കാണിക്കാനുള്ള കാണിച്ചു കൊടുത്തു ഇനി ആറ് പറയണം എന്താണ് ആ ഞങ്ങൾ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അത്ര എക്സ്പ്ലെയിൻ ചെയ്യും രണ്ട് വേർഡാണ് അഞ്ച് സിനിമയുടെ പേരെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഞങ്ങൾ ചവറുപോലെ സിനിമയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വണ്ടാടിച്ചിരുന്നിട്ടേ ഉള്ളൂ ഇവര് മണ്ടാടി ലോകത്തുള്ള മലയാള സിനിമ മൊത്തം പറഞ്ഞു അത് പറയാൻ പാടില്ല റൂൾസില് ശരി അഞ്ച് സിനിമയുടെ പേരെ പറയാൻ പാടുള്ളൂ ഇതിന്റെ അകത്ത് നിങ്ങൾ പഞ്ചനം കഴിഞ്ഞ് എന്നാലും ഞാനൊരു മൂന്ന് ചാൻസ് കൂടെ തരും മൂന്ന് സിനിമയുടെ പേരുകൾ നിങ്ങൾക്ക് പറയാം പറഞ്ഞത് ലാസ്റ്റ് മൂന്ന് സിനിമയുടെ പേര് പറയാം നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എടുത്തു വെച്ചിട്ട് രണ്ട് പീസാക്കിയിരുന്നു മൂന്നും വായി തുറന്നു പറയണം ഒരു ഒന്ന് കഴിഞ്ഞു രണ്ട് സിനിമയുടെ പേര് കൂടെ പറയാം രണ്ട് സിനിമയുടെ പേര് കൂടെ പറയാം രണ്ട് സിനിമ ഉപദ്രവം നടക്കുന്നുണ്ട് രണ്ട് സിനിമയുടെ പേര് കൂടെ പറയാം ഇത് പറഞ്ഞ രണ്ട് സിനിമയുടെ പേര് കൂടെ പറയാം അതാണ് ചോദിക്കാൻ ആ പിന്നെ ഞാൻ ഇത് വല്ല കിട്ടിനെ പറയാ അതാണെന്ന് പറയും ഗൈസ് നിങ്ങൾക്കറിയാലോ നാളെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ആ സിനിമയുടെ പേര് കണ്ടു എന്നിട്ട് ഞാൻ കാണിച്ചത് ഞാൻ കാണിച്ചത് ഇങ്ങനെ വെച്ചിട്ട് മമ്മൂട്ടി മുടിയല്ല വട്ടെ അയാള് ആഫ്രിക്കക്കാരൻ അത്ര പറഞ്ഞില്ലേ ഇപ്പൊ 30 സെക്കൻഡ് കൂടുതലായി കയ്യാറായിട്ടാ ഇത്ര ടൈം ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല കൊടുക്കരുത് കേട്ടോ അവർക്ക് ഒരു കാണിച്ചു തരാം കാണിച്ചാൽ എന്തോരം അപ്പൊ നമുക്ക് 2 നിങ്ങൾ കൊണ്ടുപോകും ഓൾറെഡി വിരക്തി അതെ രണ്ട് നിങ്ങൾ ഒരു വേർഡ് കൂടെ ആഡ് അത് കിട്ടും. സിമ്പിളാ ഏതിലോട്ട് ടൈം ഔട്ട് നിങ്ങൾ വിട്ടേ പറ്റുള്ളൂ 60 സെക്കൻഡ് ആയി എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ല പറഞ്ഞ സ്കിറ്റ് ആണെങ്കിൽ പറയാം കിട്ടിയതല്ലോ കിട്ടിയാലും പറയാം
ക്വിറ്റ് ചെയ്ത ഗൈസ് മമ്മൂട്ടിയുടെ പടമാണ്. വന്നിട്ട് ഇത്രയും കാണിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ മാസ്റ്റർ ആണെന്നുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പീസാക്കി വെച്ചത് ഞാൻ കാണിച്ചു കൊടുത്തു. മാസ്റ്റർ പീസ് മമ്മൂട്ടി പറഞ്ഞ ഞാൻ പറയുന്നത് ചെയ്ത് അല്ല അവിടെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് കൺഫ്യൂഷൻ അപ്പൊ പോട്ടെ. അപ്പൊ കറക്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് പോയിട്ട് സൈഡ് ഉറങ്ങി ഇവിടുത്തെ ബഹളത്തിന്റെ ഇടയിൽ ഉറങ്ങിയ ഇവര് അവാർഡ് കൊടുക്കണം. ഇത്ര വലിയ ബഹളത്തിന്റെ ഇടയിൽ ഉറങ്ങി. അപ്പൊ ഇവരുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് ആണ് അജിത്താക്ക് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളുടെ സൈഡിൽ നിന്ന് റിച്ചുവിനും പറയാനുണ്ട്. അപ്പൊ അജിത്ത സിനിമയുടെ ഒന്നിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. അജിത്ത കാണിക്കാം. മലയാളമാണോ? എന്നാ പേരും കൂടെ പറയാൻ പാടില്ലേ? എത്ര അക്ഷരമുണ്ട്? ഇതാണ് സംഭവം അല്ലെ? ആ ഒറ്റ വേടാണോ? ഒറ്റ വേടാണോ? ലവ് സ്റ്റോറി അല്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എട്ടെണ്ണം തന്നു. ഇതൊന്നും പറഞ്ഞോടുക്കണ്ട. വേർഡ് പറഞ്ഞോടുത്ത് മൂന്ന് പറഞ്ഞോടും. ഇത്ര മതി. നമുക്ക് അത്രയും പറഞ്ഞോടുത്ത്. നോക്കിക്കോ സോനു. ലാസ്റ്റ് 50,000 വെച്ചോ മക്കള് കയ്യില് ചെയ്താൽ വെച്ചോ അകത്തോട്ട് നമുക്ക് 5 നാളെ കൊടുത്ത് പറയാൻ കണ്ടല്ലേ? പപ്പ കാണിച്ച് നമ്മളെ പട്ടിച്ച പോലെ ആവൂലേ? പെട്ടെന്ന് പെട്ടെന്ന് ടൈം ഔട്ട് ഫാസ്റ്റ്. ഇതാണ് അത്. അതാണ് അത്. എൻജോയ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അഞ്ച് സിനിമയുടെ പേര് സിനിമയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തമാശ പറഞ്ഞു. നോക്കി അവർക്ക് ആയിക്കോട്ടെ നോക്കി. ഇല്ല ഞാൻ എപ്പോഴും വിചാരിക്കണ്ട സോള് സൈലന്റ് ആയിട്ട് ഫ്രൂട്ട് ആലോചിക്കാൻ പിടിക്കണം. അല്ല ഈ പേര് പറഞ്ഞില്ലല്ലോ. അത് സിനിമയുടെ പേരല്ല. സിനിമയുടെ പേര് 5 എണ്ണം പറയാതെ അതിനകത്തൊന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ചങ്ക് മൂന്ന് കഴിഞ്ഞ് ഇനി രണ്ടെണ്ണം അടുത്തൊക്കെ
മിണ്ടല്ല ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് വേർഡ് ലവ് സ്റ്റോറി നല്ല രസമുണ്ട്. ഇത് ആദ്യം മുതൽ ഒറ്റ വേടാണ്. അതെ. സോ അടുത്തത് നമുക്ക് ഇങ്ങനെ അലമ്പാക്കണം. അതന്നെ പറ്റൂല, സമ്മതിക്കില്ല. ഞങ്ങൾക്ക് എല്ലാം പുതിയ സിനിമ വോയിസ് ഒക്കെ എല്ലാരും പാസ്സായി. നിങ്ങൾ എന്താണ് ഇങ്ങനെ വെറുതെ വെച്ചോണ്ടിരിക്കണം? അറിയില്ല, വെറുതെ ഇന്റലിജന്റ് ഒരു ആക്ട് ആക്കല്ലേ. പണ്ട് സ്കൂളിൽ അത് നടന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ അറിയാം. നിങ്ങൾ ഒറ്റ വേർഡ് മലയാളം. നീ അപ്പുറത്ത് പോണ്ടേ? രണ്ടു വേർഡ് സ്നേഹം അഞ്ചും കൈ അങ്ങനെയല്ല, ഒരാളെ പിടിച്ചിരുത്തി അവിടെ അജിത്താണ് കാണിക്കണ്ട. അജിത്ത് ഒറ്റ ഇത് കാണിച്ചിട്ടുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു വെച്ച് ഇതല്ലേ, ഇത് മാത്രല്ലേ? ആ അതെ, ഇത് പ്രേമം. ഇതിന്റെ അർത്ഥം പ്രേമം അല്ല. ഇത് ഞാൻ പറഞ്ഞ വേട് പറഞ്ഞത് സ്നേഹം. ഒരു കാരണവശാലും പറയുന്നത് പറഞ്ഞേട്ട് നിങ്ങൾ അറിയില്ലല്ലോ. ഇത് കണ്ടോ, ഒരു കാരണവശാലും പറയുന്നത് അത് കാണാൻ പറ്റിയ പിടിക്കൂല. അല്ല, അത് അവന് പിടിച്ചോളൂ. അതാണ് ഹിന്ദിയ, തെലുങ്ക, കന്നഡ, മറാത്തി, ഗുജറാത്തി അതില്ല. ഓൺലി മലയാളം, ഹിന്ദി. അങ്ങനെ ലാംഗ്വേജ് ചെയ്തോണ്ടില്ലാന്ന് ഒരു കാരണവശാലും പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തേക്കണം. അവര് പറയുകയും ചെയ്തത്. അത് വേണ്ട, ചിലപ്പോ പറയും. കാരണവശാലും പറയുന്നത്. ഓക്കെ, പോട്ടെ. ഫിലിപ്പിന്റെ ആക്ഷൻ ആണോ വേണ്ട, അല്ലെങ്കിൽ പേര് ഇന്ത്യ ഓക്കെ നടന്നു. അയ്യോ പറഞ്ഞത് അയ്യോ അതിന്റെ ആക്ഷൻ കിട്ടാൻ അതല്ല, നീ പറഞ്ഞത് കറക്റ്റ്. എന്താ തമിഴ്
അതിനകത്തല്ല. ആ. എന്ത്? വേവിച്ചേ. Okay, guys, അവരൊന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്കാം. അത് നീ കണ്ടു. അത് correct സാധനമാണ്. ഇന്ത്യ. ഇന്ത്യ. ഇത് ഇന്ത്യയില. സൽമാൻ ഖാൻ. അല്ല, അമീർ ഖാൻ. സൽമാൻ ഖാന്റെ ഫിലിമാണ്. അതെ ഐഷ വേണം. അമേരിക്ക. കണ്ടില്ല. Actually, ഞാൻ മൂവിയെ കണ്ടിട്ടില്ല. ഞാൻ ആ മൂവിയെ കണ്ടില്ല. പക്ഷെ ഈ സ്റ്റൈൽ കാണാൻ വേണ്ടി ആ ഒരു അത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. Cheating, ഇമ്മാതിരി cheating ഞാൻ കണ്ടിട്ടില്ല. മൂവി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അല്ല ഡോളർ. ഞാൻ ആശുപത്രി ഇവനിലെ ഡോൺ വരുന്നത് എടാ, ഇതിങ്ങനെ ഡോണിനെ കാണിച്ചാൽ മതി. ഒരു ഹോംവർക്ക് കിട്ടണം. പക്ഷേ ഇല്ലേ, ചൂട്ട് കാണാൻ വരൂലേ പക്ഷേ- ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ കാണിച്ചില്ലേ, അവര് ഹോമല്ല പറഞ്ഞത്, ചിത്രമാണ്. Guys, ഹോം ഇങ്ങനെ കാണിക്കും. guys, അപ്പൊ ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മള് ഫാമിലിയുടെ ഒക്കെ ഇരുന്ന് ഇതേപോലുള്ള ഗെയിംസ് ഒക്കെ ഭയങ്കര ഫണ്ണായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഫാമിലിയുടെ ഇടയിൽ ഇതേപോലത്തെ കൊപ്രായങ്ങളൊക്കെ കളിക്കാൻ പറ്റും. ഇത്ര ശരിക്കും ഇത്ര ടൈം പോയത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും ഇതിൽ വരുന്നത് പക്ഷെ ഞങ്ങളുടെ 50,000 രൂപ പോയി. ഫസ്റ്റ് ഞാൻ പറഞ്ഞ നമ്പര് നമുക്ക് കാണാം. ഓക്കെ, ഞാനെന്റെ ട്രെയിനിങ് ആപ്പിൽ നിന്ന് 50,000 രൂപ വിഡ്രോയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ 3 പേരാണ് ഷെയർ എടുത്തോളാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതേപോലെയുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പൈസ പോകാത്ത വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരും. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ Bye bye.